ലോവർ പ്രൈമറി കുട്ടികൾക്ക് വൈകുന്നേരം 4:30 മുതൽ 6 വരെ ഒന്ന് വിളിച്ചിട്ട് വന്നത്. 6 മണി. അതെ. മണിയനീച്ച പറഞ്ഞിട്ട് ജോലിക്ക് വന്നതാ. ഓ, എന്താ പേര്? മായ. അച്ഛാ, മണിയൻ പറഞ്ഞിട്ട് ജോലിക്ക് വന്ന കുട്ടിയാ. മണിയൻ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? മണിയൻ ചേട്ടൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 2-3 കാര്യങ്ങൾ എനിക്കും പറയാനുണ്ട്. പറഞ്ഞോളൂ. വീട്ടുജോലി മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് വേണ്ട ചോറും കറിയൊക്കെ ഞാൻ വെക്കും. പിന്നെ ആഴ്ചയിൽ ഒരിക്കലും ഈ വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കും. എന്നും രാവിലെ 8 മണിയാകുമ്പോൾ ഞാൻ ഇവിടെ എത്തും. കൃത്യം 4 മണിയാകുമ്പോൾ ഞാൻ പോകും. ശരി. അച്ഛന് സുഖമില്ലാത്തതാന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ വീട്ടുജോലി മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. പിന്നെ ചേട്ടാ, മുതലാളി ചമയം വന്ന് ഞാൻ എന്റെ പാട് നോക്കി പോകും. പിന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിരിക്കും. അതുകൊണ്ട് ശമ്പളവും കൃത്യമായിരിക്കണം. അടുക്കള അവിടെ. ദേ ഇടത്തേക്ക് കേട്ടോ, അവിടെ. ഇതിന് 15,000 രൂപ കുറച്ച് കുറഞ്ഞു പോയി. ഞങ്ങൾ ഈ ആണുങ്ങൾ 2 പേര് മാത്രമല്ലേ, അപ്പം അതിൻ്റെതായൊരു ചിട്ടക്കുറവുണ്ട്. എന്താ ആണുങ്ങൾക്ക് അടുക്കും ചുട്ടിയൊന്നും പാടില്ലേ? അല്ല, അതിനാണല്ലോ ഇയാളെ വെച്ചേ. കുക്കർ അവിടെ ഉണ്ട്. ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കോ? ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കോ? ഭക്ഷണം ഞാൻ ഉണ്ടാക്കാം. ഓ. അച്ഛാ, ആ കാലത്ത് വന്ന കുട്ടി അത്ര പന്തിയല്ല. ഞാനൊന്ന് പറഞ്ഞപ്പോഴേക്കേ എൻ്റെ മുകളിലേക്ക് തുള്ളിച്ചാടി വരിക. മണീനൊന്ന് വിളിക്കാം. അവനാണല്ലോ കൊണ്ടുവന്നത്. അവനെ അറിയിക്കണല്ലോ. എന്റെ അച്ഛനെ വിളി. ഹലോ. ഹലോ മണിയാ, ദേ വന്ന കുട്ടി കുറച്ച് തണ്ടാണെന്ന് തോന്നുന്നു. ശരിയാവും തോന്നുന്നില്ല. നിന്റെ വീട്ടിലേക്ക് ഈ നാട്ടിൽ നിന്നൊരു ആളെ തപ്പിയെടുക്കാനേ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടേട്ടാ. ഇപ്പൊ എന്താ പ്രശ്നം? എന്താ നീ പറയുന്നൊക്കെ ശരിയാ, പക്ഷെ ഇയാൾക്ക് ശമ്പളം കൊടുക്കുന്നത് ഞാനല്ലേ, അതോ ഈ കുട്ടി എനിക്കാണോ ശമ്പളം തരുന്നത്? ആര്? നീയാ? ജോലിയും കൂലിയും കളഞ്ഞ് ലോങ് ലീവ് എടുത്തിട്ട് നീയാ ശമ്പളം കൊടുക്കുന്നത്? നിന്റെ അച്ഛന്റെ പെൻഷനിൽ നിർത്തല്ലേ ആ കുട്ടിക്ക് ശമ്പളം കൊടുക്കുന്നത്? തിരക്കാന്ന്. നീ ഒരു കാര്യം ചെയ്യ്, അവളെ ഇനി മര്യാദ പഠിപ്പിക്കാനൊന്നും പോണ്ട കേട്ടാ. ഇനി ആളെ കിട്ടാനൊക്കെ ഒരുപാട് പാടുപെടും. മര്യാദയൊക്കെ അവിടെ പഠിച്ചോളൂ. നീ ഒന്ന് മര്യാദയ്ക്ക് ഇരുന്നാ മതി കേട്ടാ. ശരി. വഴിയില തിരക്കിലാന്ന് വെച്ചിട്ട് വിളമ്പൂലോ, അപ്പം അറിയാം. വരട്ടെ.